ഇടതുപക്ഷം എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി വിടണം എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം CPM-നെതിരെ ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം CPIM-ഉം BJP-യും അല്ലെങ്കിൽ സംഘപരിവാറും അല്ലെങ്കിൽ RSS-ഉം തമ്മിൽ ഡീലുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആരോപണത്തെ, ഈ വസ്തുതാരഹിതമായ നുണയായ ഈ ആരോപണത്തെ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ 5 വർഷമായിട്ട് കേരള സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ച ഒരു തന്ത്രത്തെ, ഈ തന്ത്രത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ നാം ആദ്യം പരിഗണിക്കേണ്ട വിഷയം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരാത്മാഭിമാനമുള്ള ഇടതുപക്ഷക്കാരനും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് കേരള നിയമസഭാ ഇലക്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ അവസരത്തിൽ ഉപയോഗിച്ച തന്ത്രം അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ എന്നുള്ളത്. അതിനോട് സെൻസിബിൾ ആയിട്ട് തന്നെ ഇടതുപക്ഷ പ്രവർത്തകർ പ്രതികരിക്കേണ്ടത്. കാരണം സ്വന്തം അസ്തിത്വത്തെ, സ്വന്തം പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിനെ മറന്നുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായത്. സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയായിരുന്ന ഘട്ടത്തിൽ പോലും ആ ഒരു ഭിന്നത മറന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ പൊളിറ്റിക്കൽ ബേസാണ്. കേരളത്തിൽ പോലും ഒരു പാർലമെന്ററി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സ്വാധീനം പോലും പാർലമെന്റിൽ ഇല്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ കോൺഗ്രസ് ഇടത് താരതമ്യം വരുന്ന സമയത്ത് ഇത് ഒറ്റ മുന്നണിയാണ് എങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരാണ് നല്ലത് എന്നുള്ള ഒരു ചോയ്സിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിച്ചതാരാണ്? അത് ഈ ബന്ധുത്വമാണ്. അത് BJP നിരന്തരം കേരള സമൂഹത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കേരള അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ഇവർ ഒന്നാണ്. ആ നിലയ്ക്ക് എന്തിന് ഇവർക്ക് രണ്ടായി വോട്ട് ചെയ്യണം? ഈ ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഈ ചോദ്യം പ്രത്യേകിച്ച് ഈ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിൽ കൂടി വളരെ പ്രസക്തമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ പ്രശ്നം ഉന്നയിച്ചതോടുകൂടി ഈ ചോദ്യം ഓരോ ഇടതുപക്ഷക്കാരനും തന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. നാം ഒരിക്കലും ഇതില് അപകർഷതാബോധമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫ്യൂരിറ്റിയോ കോംപ്ലക്സോ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ദേശീയ തലത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഫോർമേഷനിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നയിച്ച പങ്ക് നമുക്കറിയാം. BJP-യെ തടഞ്ഞു നിർത്താൻ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഈ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കെതിരെ നമ്മളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യം ദേശീയ തലത്തിലുണ്ട്. നാം പല ഫോർമേഷനുകൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം പോലും നമ്മളെ തേടി വന്നിട്ടുണ്ട്. നാം അത് അവഗണിച്ചതാണ്, നാം അത് തട്ടിമാറ്റിയതാണ്, നാം അത് തള്ളിക്കളഞ്ഞതാണ്. ആ ആത്മവിശ്വാസം കരുതും. അന്ന് ദേശീയ തലത്തിൽ നമുക്ക് ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ അസ്തിത്വത്തെ ഇല്ലാതാക്കിയത് ഈ നയമില്ലായ്മയാണ്. ദേശീയ തലത്തിൽ ഒരു ഇടതുപക്ഷ മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നാം നേരിട്ട പരാജയം തന്നെയാണ്. ദേശീയ തലത്തിൽ ഒരു ഇടതുപക്ഷ കേരളത്തെ പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വികസിപ്പിക്കാൻ കഴിയാതെ പോയതാണ് നാം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത്. അത് സാധ്യമായിരുന്നു. കാരണം മുന്നണി കക്ഷികളുമായിട്ട് നമുക്ക് അത്രത്തോളം ഓരോ കോൺഗ്രസ് ഇതര BJP ഇതര കക്ഷികളായിട്ട് നമുക്ക് ജൈവിക ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതര BJP ഇതര ഒരു ഇടത് ജനാധിപത്യ മുന്നണിയെ വിപുലീകരിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. നാം വരുത്തിയ നയപരമായ പാളിച്ചകൾക്കാണ് നാം ഇന്ന് പല സംസ്ഥാനങ്ങളിലും വില കൊടുക്കേണ്ടി വന്നു. ഡൽഹിയിൽ പോലും
ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ നികൃഷ്ടമായിട്ടുള്ള ചില ചെയ്തികൾ, ആ ചെയ്തികൾക്ക് കൊടുത്ത വിലയാണ് ഡൽഹിയിലെ BJP സർക്കാർ എന്നുള്ളത്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്ത് എടുത്ത് പരിശോധിച്ചറിയാം. ഒരുപക്ഷെ ബീഹാറിൽ RJD ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ കൂടുതൽ ഭംഗിയായി വിജയിക്കാൻ കഴിഞ്ഞാൽ. അങ്ങനെ ഓരോ സംസ്ഥാനത്തും, കാരണം ഇന്ന് കാണുന്ന അല്ലെ ഇന്നലത്തെ കോൺഗ്രസ് എന്നുള്ളത് ഇന്നത്തെ BJP ആണ്, അല്ലെ ഇന്നത്തെ കോൺഗ്രസ് എന്നുള്ളത് നാളത്തെ BJP ആണ്. ഇത് വളരെ സ്പഷ്ടമായ കാര്യമാണ്, ഇതാർക്കും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒരേ സമയം രണ്ട് വലതുപക്ഷ സ്പേസിന് സാധ്യതയില്ല. പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് വലതുപക്ഷ കക്ഷിക്ക് സാധ്യതയില്ല. അതാണ് കോൺഗ്രസ് തള്ളപ്പെട്ടു പോകുന്നത്. തീവ്രമായ ഹിന്ദുത്വം എടുത്തുപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് മൃദു ഹിന്ദുത്വം ഉപയോഗിക്കുന്ന കോൺഗ്രസിന് ഇവിടെ സാധ്യതയില്ല. അതാണ് ഗുജറാത്തിൽ പോലും കോൺഗ്രസിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത്. കാരണം ഇവർ പറയുന്ന ഒരേ രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BJP എന്നല്ല, കോൺഗ്രസ് ആണ്. ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണ്. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്നത് നരസിംഹ റാവുവിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ കോൺഗ്രസ് ആണ്. ഇങ്ങനെ ഓരോ കാര്യം, ഉത്തരേന്ത്യയിൽ നടന്ന അനവധി കലാപങ്ങൾ, ആ കലാപങ്ങൾക്ക് ബീജഭാവം ചെയ്തത് കോൺഗ്രസ് ആണ്. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, കോൺഗ്രസ് എന്നുള്ളത് അതാത് സമയത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയവും ഭൂരിപക്ഷ രാഷ്ട്രീയവും മാറിയും മറിഞ്ഞും തെരഞ്ഞെടുപ്പ് ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ച പ്രസ്ഥാനമാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ള അതിന്റെ രീതിയല്ല, മറിച്ച് കേവല പ്രൊപ്പഗൻഡകളിലൂടെ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ പ്രസ്ഥാനം അന്നും എന്നും എക്കാലത്തും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയോ ജനങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ഏറ്റെടുക്കുകയോ ഇതൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ രീതിയല്ല. ഇപ്പൊ ദേശീയ തലത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാർ ഈ ഭരണകാലത്ത് കർഷക സമരങ്ങളുണ്ടായി, തൊഴിലാളി സമരങ്ങളുണ്ടായി. എവിടെയാണ് ഈ സമരങ്ങളോട് കോൺഗ്രസ് ഐക്യദാർഢ്യപ്പെട്ടിട്ടുള്ളത്? അവിടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ ഒരു ഇടത് ജനാധിപത്യ മുന്നണിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഒന്ന്, ഈ സമരങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സമരങ്ങൾക്ക് പാർലമെന്റിൽ പിന്തുണ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ട്, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ സാംസ്കാരികമായും പ്രത്യയശാസ്ത്രപരമായി എതിർക്കാൻ കഴിയുക ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമാണ്. ഒരുപക്ഷെ സംഘപരിവാറിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ RSS പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ചരിത്രപരമായത് കോൺഗ്രസ് ആണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് കോൺഗ്രസിനെ നാം ദേശീയ തലത്തിൽ എന്നോ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഒരു സെക്കുലർ ഗവൺമെന്റ് ഉണ്ടാവുന്ന ഘട്ടത്തിൽ ആ സമയത്ത് മാത്രം സന്ദർഭോചിതമായി ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നല്ലാതെ ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ അസ്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം എന്നും നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനമാണ് ദേശീയ തലത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.